PC ജോർജിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു എന്നുള്ളതാണ്. ജാമ്യം നിഷേധിച്ചുള്ള സെഷൻസ് കോടതി ഉത്തരവിനെതിരെയാണ് PC ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ആശ്വാസകരമായ ഒരു വാർത്തയാണ് PC ജോർജിനെ സംബന്ധിച്ച്. അതോടൊപ്പം കോടതി മറ്റെന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു? PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസമാണ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കാരണം അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം സെഷൻസ് കോടതി PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റിനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഇടപെടലോടുകൂടി തൽക്കാലത്തേക്ക് അറസ്റ്റ് ഭയം അദ്ദേഹത്തിന് ഒഴിവായിരിക്കുന്നു. പക്ഷേ ഇതിൽ അന്തിമമായ വാദം കേട്ട് ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. അതുകൂടി അനുകൂലമാകണം PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തുടർച്ചയായി ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്നു എന്നതാണ്. ഹൈക്കോടതിയും ഇന്ന് കേസ് പരിഗണിച്ച വേളയിൽ അക്കാര്യം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇദ്ദേഹം ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ സംസാരങ്ങളിലും പ്രവർത്തികളിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്ന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ വിശദീകരണത്തിനായി കേസ് മാറ്റിയിരിക്കുകയാണ്. അതുവരെയാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ശരി വിനിൽ, എന്തായാലും PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ മുതിർന്ന ഒരു നേതാവാണ്, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ആ ഒരു പക്വത പുലർത്തണമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്.